ഹായ് ഓൾ. ഞാൻ കണ്ണൂർ ടൗണിൽ പോയാൽ മറക്കാതെ പോകുന്നൊരു സ്ഥലമുണ്ട്, എസ്പെഷ്യലി ട്യൂസ്ഡേ ഞാൻ കണ്ണൂരുണ്ടെങ്കിൽ എന്തായാലും അവിടെ പോയിരിക്കും. ഇതാണ് സെയിൻറ്റ് ആൻ്റണീസ് ഷ്രൈൻ. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്നാൽ ഉച്ച 1 മണി മുതൽ 1:30 വരെ പ്രെയറൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ആ പ്രെയറിൽ പങ്കെടുക്കും. പിന്നെ അതുപോലെ മെഴുതിരി കത്തിക്കും. എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സമാധാനം. ഇവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതെല്ലാം എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ എന്നെക്കൊണ്ട് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയാൽ നമുക്ക് കഴിക്കാൻ അവിടെ നിന്ന് ബണ്ണ് കിട്ടും. വല്ലപ്പോഴും മാത്രമേ ഞാൻ ഇത് കഴിക്കാറുള്ളൂ. കാരണം ഞാൻ അധികം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ കുറേ ഡോഗ്സൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അവർക്ക് കൊടുക്കും. ഇന്ന് പിന്നെ ഡോഗ്സ് ഒന്നും ഉണ്ടായില്ല, സോ ഞാൻ തന്നെ കഴിച്ചു. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയാലോ എന്നിങ്ങനെ വിചാരിച്ചു. പിന്നെ കാര്യമായിട്ട് വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് KFC കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് തള്ളിക്കയറി. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5 വർഷത്തിന് മുന്നേ അങ്ങാണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് KFC പോയത്. ആ സമയത്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഇവിടെ എത്തി. ആദ്യം ഇങ്ങനെ കയറി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നോക്കി നടന്നു. പിന്നെ അവരുടെ ന്യൂ ടെക്നോളജി വെച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്തു. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടി. ഞാൻ അതെടുത്ത് മന്ദം നാണിച്ച് നടന്നു വരും. നാണവും നല്ല പേടിയാണ്. കാരണം എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയാൽ എൻ്റെ ക്യാമറാമാൻ പിശാച് എന്നെ തല്ലിക്കൊല്ലും. കാരണം അവൻ എടുത്തോളാം എന്ന് പറഞ്ഞതാണ്. പിന്നെ എനിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാനൊരു ക്ലിപ്പ് ആവുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ എടുത്ത്. അങ്ങനെ ഞാൻ അത് ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങി. കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് നേരെ പോയത് പയ്യാമ്പലം ബീച്ചിലേക്കായിരുന്നു. ഞങ്ങൾ പോയപ്പം ഏകദേശം 4 മണി 4:30 ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മൂടി ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ആ ഒരു ബീച്ച് സൈഡ്, ഈ ഒരു ക്ലൈമറ്റ്, ഡ്രൈവ് എല്ലാം കൂടി പ്രത്യേക ഒരു ഫീലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പയ്യാമ്പലം ബീച്ച് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഗ്രീൻസിലെത്തി. കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നുമില്ല, എങ്കിലും ഇങ്ങനെ ചുമ്മാ ബ്രൗസ് ചെയ്ത് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എവിടെ എത്തിയാലും ഐസ്ക്രീം കണ്ടാൽ അത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആദ്യം വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചു, കാരണം പുറത്ത് നല്ല മഴയായിരുന്നു. തണുപ്പിന് കഴിച്ചാൽ പണി കിട്ടുമോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തണുപ്പിന് ഐസ്ക്രീം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും ഇങ്ങനെ നല്ല മഴയുള്ള സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ചിലവർ ചായ കോഫിയൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. ഇതെൻ്റെ അടുത്ത ഫേവറേറ്റ് സാധനം കേട്ടോ. ഇതും ഞാൻ എവിടെ കണ്ടാലും ഒഴിവാക്കാറില്ല, അപ്പം തന്നെ വാങ്ങും. ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കാൻ വന്നതാണ്. പക്ഷെ ആദ്യം തന്നെ കയറി മനസ്സ് വേറെ പല സ്ഥലത്തോട്ടും പോയത് കാരണം എനിക്കിതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യം തന്നെ ഞാൻ കയറുമ്പോൾ പെർഫ്യൂംസും പിന്നെ ബോഡി ലോഷനും അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായി. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ അതിലോട്ട് പോയി. അങ്ങനെ ഫൈനലി ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കാനാണ് ഞാൻ വന്നതെന്നുള്ള ബോധം വന്നപ്പം ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. പിന്നെ നേരെ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് കാറിൽ കയറി. അപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ വാങ്ങിയ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഉടൻ തന്നെ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടന്നു. അതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. എനിക്കിങ്ങനെ ട്രാവൽ ചെയ്തെന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും സാധനം, ചെറിയ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൂടെ നിൽക്കുന്ന ആളുടെ കൊതി തട്ടാതിരിക്കുക അതിന് ചെറിയൊരു കഷ്ണം കടിച്ച് പുറത്തോട്ട് കളഞ്ഞു. അങ്ങനെ പൊക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ക്യാമറാമാനെ ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ അടുത്തുള്ളൊരു തട്ടുകടയിൽ നിർത്തി. എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ അവൻ ചായ കുടിക്കുന്നത് നോക്കി നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഞാനും ഒരു കോഫി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.